ഇന്ന് പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യവും പൈസയുടെ ബുദ്ധിമുട്ടും അതൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരുടെയൊക്കെ കുറേ പറച്ചിൽ, ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനിങ്ങനെ ഒരുങ്ങി നടക്കുന്നു, എന്തിനിങ്ങനെ മുഖം കാണിക്കുന്നതിന് തന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ, എന്തിനിങ്ങനെ ഒരുങ്ങി നടക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഞാനിതിൽ എന്തിന് മേക്കപ്പ് ഇട്ട് നിൽക്കുന്നത്, അതാണ് മേക്കപ്പ് ഇട്ട് നിൽക്കുന്നത്. ഞാൻ ഇതിപ്പം പുറത്തോട്ട് പോകാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ വെച്ച് എടുക്കുന്ന വീഡിയോ മിക്കതും ഞാനത് ഒരുങ്ങി നിന്ന് എടുക്കുന്നതല്ല, നൈറ്റി ആയിരിക്കും ഇട്ടിരുന്ന് ഷാൾ ഇട്ടേക്കും. മിക്കവാറും ചിലപ്പോൾ ഒരു ഷാൾ തന്നെ പല വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കല്ല, ലിപ് ബാമുണ്ട്. ഇതിപ്പം മാറി മാറി വരുന്നതുണ്ടോ. അത് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ ഞാൻ ഫിൽറ്റർ ഇട്ട് വെച്ചിരിക്കുന്നതൊന്നുമല്ല, എൻ്റെ ഫോണിൻ്റെ ഇതാണ് വാങ്ങിച്ചപ്പോഴുണ്ട്. ഞാനത് മാറ്റാനും പാടില്ല, എനിക്ക് അത് അറിയത്തതുമില്ല, എനിക്ക് ചെയ്യുന്നതുമില്ല. ബാക്ക് ക്യാമറയിൽ എടുത്ത് അത്ര അറിയത്തില്ല. ഇതിപ്പം ബാക്ക് ക്യാമറയിൽ എടുത്ത് എനിക്ക് നിങ്ങളിപ്പോൾ ഞാൻ എന്നെ കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാത്തതാണ് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നത്. ഇത് പുറത്തോട്ട് പോകാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഒരുക്കം. ഇത് എത്രത്തോളം ഒരുക്കമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, കാണുന്നവർക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല. വലിയൊരു ഒരുക്കമൊന്നുമില്ല. പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യണം. നമ്മൾ ജീവിച്ച് വന്ന രീതി, നമ്മൾ അന്തസ്സ് അഭിമാനം വിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ എങ്ങനെയായാലും ഞാനായിരിക്കും, അല്ലേ? ഞാൻ തന്നെയായിരിക്കും. എനിക്ക് അങ്ങനെ അല്ലാതെ എനിക്ക് എങ്ങനെ അടക്കാൻ പറ്റും? ആടെ ആഭരണങ്ങൾ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. പിന്നെ മുടി കോതി കെട്ടുന്നത്, പൗഡർ ഇടുന്നതാണോ ഒരുക്കം? എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടു ഞാനത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് തന്നെ പുറത്ത് പോകാൻ നിൽക്കുന്നൊരു വേഷമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് തന്നെ എന്ന് കാണുന്നത് പോലെ തന്നെയല്ല, മുടി കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലും അത് പുറത്തോട്ട് പോകുന്നുണ്ട്. വലിയൊരു ഒരുക്കമെന്ന് പറയാനില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മുടി കാറ്റത്തിറങ്ങുമ്പോൾ ഇതെല്ലാം പറന്ന് ഇളകി പോകും. എനിക്ക് എൻ്റെ മുടി അങ്ങനെ, നിങ്ങൾ നീളം കുറഞ്ഞ് മുടിയെ കുറേ എല്ലാം മുടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അതെല്ലാം ഇളകും. ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടില്ല. ഇത് ഫിൽറ്റർ ഫ്രണ്ട് ക്യാമറയിൽ കാണുന്നതാണ്. അപ്പോൾ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ബുദ്ധിമുട്ടാണോ വെച്ചാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. അത് ക്യാഷ് ഒന്നും അവിടെ അടച്ചിട്ടില്ല. അതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. കൊടുത്തിടവും ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇല്ലാതായിപ്പോയത് തന്നെ. കാരണം അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഇല്ലാതായിപ്പോയത്. എനിക്ക് കൊടുത്തവർക്ക് അതൊന്നും ഓർമ്മയില്ല. അതാണ് സത്യം. ഒരു തവണ അത് അവരതെൻ്റെ കയ്യിൽ വാങ്ങിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കള്ളം പലതവണ പലരോട് പറയുമ്പോൾ അത് ഒരിക്കലും സത്യമായിട്ട് മാറത്തില്ല. അത് അങ്ങനെ അല്ലേ? ഒരു സത്യത്തെ ഒരിക്കലും മൂടി വയ്ക്കാനും പറ്റില്ല. സത്യം എന്നായിരുന്നാലും മറന്നു നോക്കി അത് പുറത്ത് വരും. അങ്ങനെയല്ലേ? അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതേ ഉള്ളൂ. അല്ല വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വലിയ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അത് മാറി മാറി വരുന്നത് എൻ്റെ കുഴപ്പമല്ല. എനിക്ക് ക്യാമറ ഇതെങ്ങനെ ഇടണമെന്ന് എനിക്കറിയത്തില്ല. ഫ്രണ്ട് ക്യാമറയിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ മേക്കപ്പ് ഇട്ടെന്നോ എന്തൊക്കെ വരത്തേച്ചെന്നൊക്കെ തോന്നും, എനിക്കറിയില്ല. ഞാൻ ഫിൽറ്റർ ഇട്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ക്യാമറ ഈ ഫോൺ വാങ്ങിക്കുമ്പോഴേ ഇങ്ങനെ തന്നെയായിരുന്നു. ഇതിങ്ങനെ അതിനകത്ത് പിന്നെ പണിയാനൊന്നും ഞാൻ പോയിട്ടില്ല, എനിക്കറിയത്തതുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.